ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിബി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. വൈക്കം സെൻറ്റ് ജോസഫ് ഫൊറോന പള്ളി ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജൂൺ 22-ാം തീയതിയാണ്. ഓൺലൈൻ ഉടമ്പടി മൂലം എനിക്ക് ലഭിച്ച രോഗസൗഖ്യവും ജോലിയും ഞാനിവിടെ ഓൾറെഡി സാക്ഷ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഞാനൊരു MNC IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അമ്മയുടെ സഹായത്താൽ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും എനിക്ക് നല്ലൊരു പ്രൊജക്റ്റും നല്ലൊരു ടൂളും, അങ്ങനെ ഫ്രഷറായിട്ടുള്ള ഒരാൾക്ക് ടെക്നിക്കൽ റോൾസ് അങ്ങനെ കൊടുക്കാത്തതാണ്. എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങനെ ഒരു ടെക്നിക്കൽ റോള് ലഭിക്കുകയും നല്ലൊരു പ്രൊജക്റ്റ്, ഞാൻ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നല്ലൊരു പ്രൊജക്റ്റിലേക്ക് എനിക്ക് ഞാൻ ഓൺബോർഡ് ആവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിലുള്ള എല്ലാവരും പറയും ഞാൻ ഭയങ്കര ലക്കിയാണെന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറയും എൻ്റെ ലക്ക് അമ്മയാണ് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ 2024 വരെയും ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അത് കഴിഞ്ഞ് വർക്ക് ഫ്രം ഓഫീസ് ആക്കിയപ്പോഴത്തേനും എൻ്റെ പ്രൊജക്റ്റ് ലൊക്കേഷൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദാണ്. അപ്പോൾ അവരത് നിർബന്ധമായും പറഞ്ഞു അവിടെ ചെല്ലണം, ബാംഗ്ലൂർ ലൊക്കേഷനിൽ ചെല്ലണം, ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ മൂലം എനിക്ക് അത്രയുള്ളൊരു എക്സ്പെൻസീവ് സിറ്റിയിൽ പോയി ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2024 ജനുവരി ആ സമയത്ത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് എൻ്റെ ഓഫീസ് കൊച്ചി ലൊക്കേഷനിൽ ഇരുന്ന് ജോലി ചെയ്യാൻ അനുവാദം നൽകണമേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരാളാണ് ആ പ്രൊജക്റ്റിൽ നിന്ന് ഈ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അവരൊരിക്കലും അപ്രൂവൽ തരില്ല പ്രൊജക്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ഞങ്ങളുടെ കൊച്ചി ലൊക്കേഷനിൽ ചോദിച്ചു എന്താണ് അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ ഇരിക്കാനുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു പ്രൊജക്റ്റിൽ നിന്ന് അപ്രൂവ് ചെയ്താൽ ഇവിടെ ഇരിക്കാമെന്നുള്ളത്. അപ്പോൾ എനിക്കറിയാം അത് കിട്ടാൻ വഴിയില്ല, അങ്ങനെ ഒരാൾക്ക് വേണ്ടി അവർ തരികയില്ല അങ്ങനെ. പക്ഷെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റേതായി ഞാൻ അവിടെ അത് അന്വേഷിച്ച് പുറത്തോട്ട് ഇറങ്ങിയില്ല. അതിനു മുമ്പ് അതിൻ്റെ ഹെഡിൻ്റെ ഒരു അപ്രൂവൽ മെയിൽ എനിക്ക് വരുവാണ്, കൊച്ചിയിലിരുന്ന് ജോലി ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കത് കൊച്ചിയിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2024 മാർച്ച് അവസാനം പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ എന്നോട് പറയുവാണ് ഈ പ്രൊജക്റ്റിൽ നിന്ന് ഡിഅലോക്കേറ്റ് ആവുകയാണ്, പുതിയ പ്രൊജക്റ്റ് നോക്കണം, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് വിഷമമായി. കാരണം നല്ലൊരു ടീമായിരുന്നു അത്, എല്ലാ ടീം മെമ്പേഴ്സും നല്ല സഹകരിക്കുന്ന ടീം മെമ്പേഴ്സായിരുന്നു. അപ്പോൾ ആ ടീമിൽ നിന്ന് പോകണമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വിഷമം. അങ്ങനെ പ്രൊജക്റ്റ് നോക്കാൻ തുടങ്ങി. എൻ്റെ മാനേജേഴ്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. പുതിയ പ്രൊജക്റ്റുകൾ വരുന്നതെല്ലാം ലൊക്കേഷൻ ബാംഗ്ലൂരാണ്, അവിടെ ഇരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊരു എക്സെപ്ഷൻ പോലെ ഉണ്ട്, എനിക്കങ്ങനെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരുന്നെങ്കിലും അവരുടെ ഹെൽപ്പ് മൂലം എനിക്ക് പുതിയ പ്രൊജക്റ്റ് കിട്ടി. ഒരുപാട് നാളെനിക്ക് ബെഞ്ചിലിരിക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അടുത്ത പ്രൊജക്റ്റ് കിട്ടി. അപ്പോഴും അവർ പറഞ്ഞു ബാംഗ്ലൂർ വരണം എന്നുള്ളത്. അപ്പം അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വരാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവരത് പറയരുത്, എനിക്ക് കൊച്ചിയിലിരുന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള അനുവാദം ലഭിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ ആദ്യം മുതൽ പുതിയ പ്രൊജക്റ്റിലേക്ക് കയറി. പുതിയ പ്രൊജക്റ്റ് കയറിയപ്പോഴത്തേനും പുതിയൊരു എൻവയോൺമെൻ്റ് ആണല്ലോ. അപ്പം അതിൻ്റെ ആണോ എന്നറിയില്ല, ആൾക്കാർ പുതിയ കാര്യങ്ങൾ വന്നപ്പോഴത്തേനും ഒന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എന്നെ കുറ്റപ്പെടുത്താനും, അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്താലും ഓരോ വാക്കുകൊണ്ടുമൊക്കെ നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങി. അതെന്നെ വളരെയധികം തളർത്തി, ഒരു ഡിപ്രസ്ഡ് മൈൻഡ് എന്ന രീതിയിൽ മാറി ഞാൻ. അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ചിരിക്കില്ല, മറ്റുള്ളവരോട് സംസാരിക്കില്ല, പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥനാ ജീവിതം കംപ്ലീറ്റ്ലി പോയി. അങ്ങനെ വളരെ ഒരു വിഷമാവസ്ഥയിൽ ജൂൺ വരെ ഞാൻ മുന്നോട്ട് പോയി. ആ കൂടെ ബാംഗ്ലൂർ വരണം എന്നുള്ളൊരു പ്രഷറും കൂടിയായി. അപ്പം രണ്ടും കൂടി ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ജൂൺ 22-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഉൾവിളി പോലെ വരുവാണ്, ഉടമ്പടി എടുക്ക്, നീ ഉടമ്പടിയിൽ ഓൾറെഡി എടുത്തതായിരുന്നല്ലോ, നീ അത് തുടര് എന്നുള്ളൊരു ഉൾവിളി വന്നു. ഞാൻ ആ ശനിയാഴ്ച തന്നെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉള്ളിൽ എന്താ പറയുക, ഒരു കല്ല് പോലെയാണ് ഞാനിവിടെ വന്നത് ആദ്യമേ. പക്ഷേ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആശ്വാസം, ഒരു തണുപ്പ് ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി.
പിന്നെ എന്താ പറയുക, ഒരു ഹാപ്പി ആവാൻ ആയിട്ടുള്ള ഒരു ഇത് തുടങ്ങി. പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഒരു ഇഷ്യൂ വന്നു. അത് വലിയ എന്താ പറയുക, പറയുമ്പോൾ ഒരു മേജർ ഇഷ്യൂ അല്ല അത്. പക്ഷെ എനിക്കറിയാം എൻ്റെ ടീം മെമ്പേഴ്സ്, എൻ്റെ ടീം ലീഡർ ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും അത് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് അവർ അതിനെ വളച്ചൊടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവരുടേത്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ഉടമ്പടി ഏറ്റെടുത്തത് മൂലം എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ TL എന്നെ വിളിച്ചു, പറഞ്ഞു കുഴപ്പമില്ല, ഇത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ്. എന്നിട്ട് എന്നോട് കുറേ നേരം ആൾ സംസാരിച്ചു. അങ്ങനെ വളരെ എന്താ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത്. ആളെൻ്റെ അടുത്ത് സംസാരിച്ചു, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, നല്ല അനലൈസിങ് സ്കില്ലുണ്ട്, മേജർ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യണം, അന്നേരം നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എന്നോടത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മേൻ്റെ ഉടമ്പടി ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയി, ഉടമ്പടിയിൽ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴും എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ്റെ കാര്യമാണ്. കാരണം അങ്ങോട്ട് ബാംഗ്ലൂരോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മാനേജറാണ് എൻ്റെ അടുത്ത് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പം ആളുടെ അടുത്ത് ഞാൻ ആൾക്ക് ഒരു മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം എനിക്ക് പേടിയാണ്, ആളത് ചോദിക്കുകയോ ഇല്ലയോ, അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി. ആളതിനെപ്പറ്റി ചോദിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കൊച്ചി ലൊക്കേഷനിൽ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ അമ്മ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 2025 ഫെബ്രുവരിയിൽ എൻ്റെ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോഴും ഞാൻ പേടിച്ചു, ദൈവമേ എന്തെങ്കിലും ചോദിക്കാനാണോ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പേടിച്ചു. പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൾ കൊച്ചി ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, വരാൻ പറ്റുമോ, കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാനന്ന് ഓഫീസിലുണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടു. ആൾ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് സംസാരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേനുമാണ് മാതാവിൻ്റെ മനസ്സിൽ തോന്നിച്ചത്, നീ ഏറ്റവും പേടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അത്, ആളെ ഞാൻ ഇവിടെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, നീ കൊച്ചിയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാം, ആൾക്കതൊരു പ്രശ്നമല്ല, അതുകൊണ്ടാണല്ലോ അയാൾ നമ്മളെ ഇവിടെ വന്നപ്പോൾ ആൾ വിളിച്ചത്. അങ്ങനെ അതൊരു പ്രശ്നമല്ലാതെ ഇപ്പോൾ എനിക്ക് കൊച്ചി ലൊക്കേഷനിൽ തന്നെ ഇരിക്കാം. പ്രൊജക്റ്റിലാണെങ്കിലും ഒരു ഇഷ്യൂസ് ഇല്ല. ഏറെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ടെക്നിക്കൽ ഇഷ്യൂസ്, ഓരോ ഇഷ്യൂസ് വരുമ്പോഴും അത് റിസോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടോ കഴിവ് കൊണ്ടോ എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ആയിരിക്കും അതൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് എനിക്ക് ഉറപ്പാണ് അമ്മയാണ് എന്നെ സഹായിക്കുന്നത് എന്നുള്ളത്. ഞാൻ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ജോലിക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കേണ്ട വഴി, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് നിൻ്റെ കാതുകളൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി അത് ജോലിയിലായാലും ജീവിതത്തിലായാലും ഏതാണെന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നല്ല സ്മൂത്തായിട്ട് ജോലിയും കാര്യങ്ങളെല്ലാം പോകുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തോടാണ്. അപ്പം തോടിനെ കവർ ചെയ്ത് പാലമാണ്, മുട്ട് പോലത്തെ ഒരു പാലമായിട്ടിരിക്കുന്നത്. അത് വർഷങ്ങളായി അത് ഒരു നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഉടമസ്ഥരോട് പറയുമ്പോൾ അവർ ചെയ്ത് തരികയില്ല. അതിനുള്ള പൈസയോ അത് ശരിയാക്കാനുള്ള ഒരു ഇതോ അവർ മുൻകൈ എടുത്ത് ചെയ്യാറില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിനെ സംബന്ധിച്ച് ഞാൻ ആ വഴിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഉടമസ്ഥർ തന്നെ അത് ശരിയാക്കി തരുവും ഞങ്ങൾക്കിപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ യാത്ര ചെയ്യാനും സാധിക്കുന്നു. അത് രണ്ടാമത്തെ സാക്ഷിയാണ്. അടുത്ത സാക്ഷ്യം രോഗസൗഖ്യത്തെ സംബന്ധിച്ച് ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട് യൂട്യൂബിൽ. അങ്ങനെ ഒരു ധ്യാനത്തിൽ എനിക്ക് പനി ഉണ്ടായിരുന്ന സമയത്ത് മുതുകിന് നല്ല നീരായിരുന്നു, നല്ല ബുദ്ധിമുട്ട് മുതുകിന് ഉണ്ടായിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു, മുതുകിന് നീരുള്ളവരെ സുഖപ്പെടുത്തുന്നു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം ധ്യാനം കഴിഞ്ഞതിന് ശേഷം അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ട് മുതുകിന് ഉണ്ടായിട്ടില്ല. അതൊന്നാമത്തെ രോഗസൗഖ്യം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപ്പും തൈലവും ഞാൻ നാവിൽ തേച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ആ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇല്ല. അത് 1 വർഷത്തോളം എനിക്കുണ്ടായിരുന്നു.
ആ രോഗസൗഖ്യവും എനിക്ക് ലഭിച്ചതാണ്. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു 2024. അപ്പം ഞങ്ങളുടെ അതിരൂപതയിൽ പട്ടം മുടങ്ങി നിന്നിരുന്ന കുറച്ച് ബ്രദേഴ്സുണ്ട്. ഒരാളെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്, ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം പ്രാർത്ഥിക്കണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പം ജപമാല റാലിയിൽ ഞാൻ ആ ഒരു നിയോഗം മാത്രമാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അവർക്ക് പട്ടം ലഭിക്കണം, ആ പ്രതിസന്ധി ഘട്ടം മാറി അവർക്ക് പട്ടം ലഭിക്കണമെന്ന്. പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ വിളിച്ചു പറഞ്ഞു അവർക്ക് പട്ടം കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പട്ടം ലഭിക്കുകയും ചെയ്തു. അത് വേറൊരു അനുഗ്രഹമാണ്. അതുപോലെ ഞാൻ ഞങ്ങളുടെ കടബാധ്യതകളാണെങ്കിലും ഓരോ കാര്യത്തിലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എപ്പം അത് ആവശ്യം വന്നാലും ഞങ്ങൾക്ക് ഒരു വഴിയില്ല, നമുക്കൊരു സേവിങ്സോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എപ്പോൾ ആവശ്യം വന്നാലും അമ്മ കൈവിടത്തില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എപ്പോഴും പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് അത് ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെയായിരിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, അവരുടെ രോഗസൗഖ്യമായാലും ജോലിയുടെ കാര്യങ്ങളായാലും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായാലും അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചെനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും അമ്മയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനത്തിൽ പത്രം മേടിച്ച് എല്ലാ മേഖലകളിലും കൊടുക്കാറുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയാസിൽ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനം കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്, വചനങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി നമ്മൾ ഡൗൺ ആവുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ ധ്യാനം, അച്ഛൻ്റെ ടോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഫിക്സ് ചെയ്യാനായിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അച്ഛൻ്റെ ധ്യാനങ്ങൾ. അതുപോലെ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മച്ചിമാർ താമസിക്കുന്നിടത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് മരുന്നിന് വേണ്ടുന്ന പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതിലുപരി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, അതായത് എൻ്റെ ജൂനിയേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അറിവ് പങ്കുവെച്ച് കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാം ഒരു മടിയും കൂടാതെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. മെഡിക്കൽ കോളേജിലോട്ടുള്ള ഭക്ഷണ പൊതികൾ, ചോറ് പൊതികൾ കൊടുക്കാറുണ്ട്. അതാണ്. പിന്നെ ആധ്യാത്മിക വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡിപ്രസ്ഡ് മൈൻഡ് വന്നേ പിന്നെ പ്രാർത്ഥന ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴും എനിക്കൊരു വാശി പോലെയായിരുന്നു പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങണം. നിയോഗങ്ങൾക്കപ്പുറം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിയോഗങ്ങളായി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ അമ്മ എനിക്കതെല്ലാം സാധിച്ചു തന്നു. അതിലുപരി ആധ്യാത്മികമായി വളരണം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയുള്ള ആളാണ്, പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ കറക്റ്റായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ, നമ്മൾ എങ്ങനെ ആ തീരുമാനം എടുക്കണം എന്നൊക്കെയുള്ളത് ബൈബിൾ വായിക്കുമ്പം നല്ലൊരു എന്താ പറയുക പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. കുമ്പസാരിക്കാറുണ്ട്. കൊന്തകൾ, ജപമാലകൾ ചെയ്യാൻ ഒക്കെ മടിയുള്ള ആളായിരുന്നു ഞാൻ. ജപമാലകൾ ചെല്ലും. യാത്രകളിലൊക്കെ ഞാൻ ജപമാല ചെല്ലാത്ത യാത്രകളില്ല. എവിടെ പോയാലും കാശുരൂപ എൻ്റെ കൂടെ ഉണ്ടാവും. ജപമാലകൾ ചെല്ലാൻ തുടങ്ങി, കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുടുംബത്തിലാണെങ്കിലും എന്താ പറയുക, ഒരു സന്തോഷം, സമാധാനം. എല്ലാവരും അമ്മയുടെ ആൾക്കാരാണ്. എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം ആധ്യാത്മികമായി വളരാൻ അമ്മ അനുഗ്രഹിച്ച കാര്യങ്ങളാണ്. അതുപോലെ എനിക്ക് ഈ മാനസികമായി ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നേ പിന്നെ എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം പൂർണ്ണമായി മാറ്റണമേ എന്നതിലുപരി അതിൽ സഹിക്കാനുള്ളൊരു കഴിവ് തരണമേ എന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാറ്. അമ്മ അതിനെന്നെ സഹായിക്കാറുമുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നത് കാര്യമാണ്, എപ്പോഴും പ്രാർത്ഥിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോഴും എന്താണ് എപ്പോഴും രോഗങ്ങൾ വരിക, അല്ലെങ്കിൽ എന്താ അങ്ങനെ വയ്യാത്തതെന്നൊക്കെ ചോദിക്കും എപ്പോഴും. അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ബോട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൽ തമ്പുരാനുണ്ടെങ്കിൽ അത് തിരമാലകളും കാറ്റുമൊക്കെ വന്നാലും അത് ആടി ഒലയും, പക്ഷെ ഒരിക്കലും അത് മുങ്ങിപ്പോവില്ല.
അതാണ് അതിൻ്റെ ഒരു ഇത്. എപ്പോഴും എന്താ പറയുക, മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ധൈര്യം തമ്പുരാൻ തരും. അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും കൃപാസനം അമ്മ വഴിയും ഈശോ വഴിയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് 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 നന്ദി പറയുന്നു. സങ്കീർത്തനം 93 4 തിരുവചനം. സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ്. ജിബി ജോസഫ് എന്ന ഈ മകൾ തൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് അതെങ്ങനെ അതിജീവിച്ചുവെന്ന് ഈ അൾത്താരയിൽ അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളാദ്യം MNC കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വർക്ക് പ്രഷറുകൾ, മകൾ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തിട്ടും അതിനെ വാല്യൂ ചെയ്യാതെ വല്ലാതെ ഡിഫെയിം ചെയ്യുന്ന ഇകഴ്ത്തുന്ന പെരുമാറ്റങ്ങൾ, അത് മകളെ കടുത്ത വിഷാദത്തിലേക്ക് നയിക്കുമ്പോഴും പരിശുദ്ധമയിൽ ആശ്രയിച്ച് ജീവിതത്തെ ഒന്നുകൂടി ഊർജിതപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും മകൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് മകൾ വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ പരിശുദ്ധ കൃപാസന മാതാവിന് സമർപ്പിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, അതിനുശേഷം തൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ തൻ്റെ മേലധികാരികൾ ഓരോരുത്തരും മകളോട് വളരെ സൗഹൃദത്തോടും സ്നേഹത്തോടും പെരുമാറാൻ തുടങ്ങി. മകൾ ചെയ്ത പ്രോജക്റ്റ് വർക്കുകൾ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ തുടങ്ങി. ആ ചെയ്യുന്ന ജോലിയിൽ മകൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും അത് ഒരു സന്തോഷവും വരുവാൻ തുടങ്ങി. അത് തൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ കൃപയാൽ മാത്രം അനുവദിച്ച് ലഭിച്ചത്. ഉടമ്പടി എടുത്ത് ജീവിതത്തെ എൻ്റെ മുഴുവൻ തകർച്ചയോടുകൂടി കൊടുത്തപ്പോൾ അമ്മ മാതാവ് നൽകിയ ആദ്യത്തെ അടയാളമായി മകളിവിടെ സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത് വർക്ക് ഫ്രം ഹോം നിർത്തി ബാംഗ്ലൂർ ഓർ ഹൈദരാബാദ് ഓഫീസിൽ വർക്ക് ചെയ്യണം എന്ന രീതിയിൽ വീണ്ടും അടുത്തൊരു പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ മകൾ വീണ്ടും അത് അമ്മയിൽ തന്നെയാണ് ആശ്രയിച്ച് ആ നിയോഗം സമർപ്പിക്കുന്നത്. വീടിൻ്റെ സാഹചര്യങ്ങൾ കാരണം പോകുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൊച്ചിയിലുള്ള ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരേ ഒരാൾ മോൾ മാത്രം ആ പ്രോജക്റ്റിൽ കൊച്ചിയിൽ നിന്ന് ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് അസാധ്യമെന്ന് കരുതിയത്, വലിയ ക്ലേശത്തിലാകും ജീവിതമെന്ന് കരുതിയത് കരങ്ങളിലെടുത്ത് നിസ്സാരമായി മകൾക്കത് അനുവദിച്ച് നൽകിയതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് 10-25 വർഷമായി ഒരു തോടിന് കുറുകെയുള്ള ഒറ്റയടി പാലം, അത് എന്നും പണിമുടക്കും പ്രയാസവും നൽകുന്നത് ശരിയാക്കുവാൻ ആ ഉടമകൾ തയ്യാറാകാത്തത് മൂലം വല്ലാതെ ഭയപ്പാടോടുകൂടി മാത്രം സഞ്ചരിച്ചിരുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ നിയോഗം എഴുതി സമർപ്പിച്ച് യാത്രയ്ക്കുള്ള ക്ലേശം മാറ്റിത്തരുവാനായി ആ പാലം നല്ല രീതിയിൽ ക്രമീകരിച്ച് തരുവാനായി പ്രാർത്ഥിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 23 വർഷമായി വല്ലാതെ ക്ലേശമനുഭവിച്ചിരുന്ന ഒരു ഒറ്റയടി പാലം, അത് അമ്മ മാതാവ് വളരെ ഇടപെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു പാലം നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചു കൊടുത്തുവെന്ന്. മറ്റൊന്ന് മകളുടെ ശാരീരികമായ അസ്വസ്ഥതകൾ, ശാരീരികമായ ഏതൊരു രോഗാവസ്ഥയിലും ക്ലേശങ്ങളിലും ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ അത് ഔഷധമായിത്തീരുന്നു, സൗഖ്യമായിത്തീരുന്നു, കൂടുതൽ പ്രത്യാശയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കരുത്തായി മാറുന്നു. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിലൂടെ വന്ന മാറ്റം അത് എൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവഹിതപ്രകാരം ക്രമപ്പെടുത്തുവാൻ സാധിച്ചു എന്നതാണ്. ഒരിക്കലും താല്പര്യമില്ലാതിരുന്ന ജപമാല സന്തോഷത്തോടെ ആവർത്തിച്ച് ചെല്ലുവാൻ സാധിക്കുന്നു. പ്രാർത്ഥനകളിൽ വളരെ നന്നായി പങ്കുചേരുവാൻ സാധിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സന്തോഷത്തോടെ സാധിക്കുന്നു. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനും കുറ്റപ്പെടുത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആശീർവദിക്കുവാനും മകൾക്ക് സാധിക്കുന്നുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലൂടെ
നമ്മൾ സ്വായത്തമാക്കുന്ന ജീവിതശൈലിയും ജീവിത ഗുണങ്ങളും ഇത് തന്നെയാണ്. നമ്മൾ കലഹത്തിൻ്റെ മനുഷ്യരിൽ നിന്നും ശാന്തതയുടെ മനുഷ്യരായി മാറും. നമുക്ക് വേണ്ടി എല്ലാം നേടണമെന്ന ആഗ്രഹത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തുറവിയുള്ള മനുഷ്യരായി മാറും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര കണ്ട് നമ്മളെ ഇകഴ്ത്തിയാലും കുറ്റപ്പെടുത്തിയാലും തിരികെ ആരെയും ദ്രോഹിക്കാതെ വെറുപ്പ് സൂക്ഷിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കരുത്തുള്ളവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ആത്യന്തികമായി ഇതെല്ലാം നമ്മുടെ തന്നെ ജീവിതത്തിന് അനുഗ്രഹത്തിനുള്ള പുതുവഴിയായി തുറക്കുകയും ചെയ്യും. അതാണ് മകൾ പറയുക, സമുദ്രത്തിലെ ഉയർന്ന തിരമാലകളോ ഗർജിക്കുന്ന തിരമാലയുടെ സ്വരമോ എൻ്റെ ജീവിതത്തിൻ്റെ ബോട്ടിനെ അത് ആടിയുലഞ്ഞാലും മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കില്ലെന്ന്. ഇത് അതിജീവനത്തിൻ്റെ സാക്ഷ്യമാണ്. ഉടമ്പടി ഒരു അതിജീവനത്തിൻ്റെ പ്രാർത്ഥന പ്രവർത്തന പദ്ധതിയുമാണ്. ആരൊക്കെയാണോ മുന്നോട്ട് പോകുവാനാവാതെ നിൽക്കുന്നിടം തന്നെ കുഴിഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിച്ച് കൈകാലിട്ടടിക്കുക, മുന്നോട്ട് പോകുവാൻ വേണ്ടി ഈ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അതിജീവിക്കുവാൻ, രോഗങ്ങളെ അതിജീവിക്കുവാൻ, വ്യക്തിബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളെയും കലഹങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് വേണ്ടി ഈ നാളുകളിൽ ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ജീവിതക്രമമാണ്, ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. അതിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ മേഖലകളെയും കൂടുതൽ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കാം. മകൾക്ക് ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും സഹായത്തിനും സൗഖ്യത്തിനും സന്തോഷത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.